നോക്കൂ, കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ AK ആൻ്റണി, വയലാർ രവി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവരൊക്കെ KPCCയുടെയും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും തലമെടുപ്പുള്ള നേതാക്കന്മാരായി നിന്ന കാലത്ത് നിന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ നേതാക്കന്മാരോട് ഓർമ്മിപ്പിക്കേണ്ടി വരികയാണ്, നിങ്ങളുടെ അനൈക്യം ദോഷം ചെയ്യും എന്ന് പറയുന്നത്. ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു AICC ജനറൽ സെക്രട്ടറിക്ക് നേതാക്കളുടെ മുന്നിൽ വെച്ച് മാധ്യമങ്ങളോട് പറയേണ്ടി വരികയാണ്, ഭരണവിരുദ്ധ വികാരം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതൊന്നും അവരെ അപമാനിക്കുന്നതൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലെന്ന് അവരുടെ മുന്നിലാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മുന്നിൽ എത്രയോ AICC കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ വന്നു പോയിട്ടുണ്ട്. ഗുലാം നബി ആസാദ് വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ വന്നിട്ടില്ലേ? അഹമ്മദ് പട്ടേൽ ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും മുൻപിൽ നിർത്തിയിട്ട് ഇങ്ങനെയൊരു വാചകം പറയുന്നത് എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു മുതിർന്ന AICC ജനറൽ സെക്രട്ടറി ശാസിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പരസ്യമായ ശാസനയല്ലേ ഒറ്റ വാചകത്തിൽ? KC വേണുഗോപാൽ പറഞ്ഞ എന്താ, മാധ്യമങ്ങളിലൂടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും. നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈക്കമാൻഡ് എല്ലാവരെയും നിരീക്ഷിക്കുമല്ലോ, അത് കേരളത്തെ മാത്രമല്ലല്ലോ, അതാണല്ലോ ഹൈക്കമാൻഡിൻ്റെ ജോലി. പക്ഷേ പ്രശ്നം എന്താ, അതൊരു കൺട്രോളായി മാറുകയാണ്. ഇതൊരു പ്രധാന വിഷയമാണെന്നേ.